ഒരു ജ്യോതിഷാലയത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയുന്നത് 2026 നവംബർ 1 മുതൽ 2027 ജാനുവരി 24 വരെ ഉള്ള കാലയളവിൽ കർക്കടകത്തിൽ നിൽക്കുന്ന വ്യാഴം ചിങ്ങത്തിലേക്ക് പോവുകയാണ്. അതായത് ഏകദേശം 3 മാസം. അതിനെപ്പറ്റി അല്പം നേരത്തെ പറയുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ അതിൽ ഗുണങ്ങളുണ്ടാകുന്ന രാശികളിലൊന്നാണ് ഇടവം. ഇടവം മിഥുനം കർക്കിടകം ചിങ്ങം. അപ്പോൾ ഇടവത്തിൽ വരുന്ന കാർത്തിക അവസാനത്തെ 3 പാദം, രോഹിണി മകയിരം ആദ്യത്തെ 1-2 പാദം. ഇവർക്ക് അവരുടെ പഠന കാര്യത്തിൽ മികച്ച മാർക്ക് നേടാൻ കഴിയും. അവരുടെ സ്നേഹബന്ധങ്ങൾ പൂവണിയും. അവരുടെ ജോലി സാധ്യതകൾ ഉത്തരോത്തരം ഗംഭീരമാകും. ഈ 3 പേരുടെയും കാര്യങ്ങൾ, മുതിർന്നവർക്ക് 3 പേരുടെയും കാര്യങ്ങൾ വിജയിക്കും. അവർക്കുടെ ഭവന നിർമ്മാണം, മുടങ്ങിക്കിടന്ന വിവാഹം, ഇതെല്ലാം പച്ചക്കൊടിയാണ്. ഈ രാശിയുടെ പ്രത്യേകത ഉള്ളത് കാർത്തിക അസുരഗണം, രോഹിണി മനുഷ്യഗണം, മകയിരം ദേവഗണം. ഈ 3 പേരും ഉള്ളിടത്ത് വീട്ടിലായാലും രാശിയിലായാലും വ്യക്തിജീവിതത്തിലായാലും അത് പരിവർത്തനം ഉണ്ടായിക്കൊണ്ടിരിക്കും. 3 ഉണ്ടല്ലോ, 3 ഗണത്തിൽപ്പെട്ടവരുള്ളിടത്ത് പരിവർത്തനം തീർച്ചയായും ഉണ്ടാകും. അറിയാമല്ലോ, രോഹിണി ശ്രീകൃഷ്ണനെ വാഴ്ത്തണം, അദ്ദേഹത്തിനെ തൃപ്തിപ്പെടുത്തണം. എന്ത് തരം ദോഷമുണ്ടെങ്കിലും അദ്ദേഹം അത് മകയിരംകാരും അവർ മെഡിക്കലിൻ്റെ ആളായിരിക്കും. മിക്കവാറും മെഡിക്കൽ, സിവിൽ സർവീസ്, CA എന്നീ ഉന്നത പദവിയിൽ തീർച്ചയായും എത്തിച്ചേരാൻ കഴിവുള്ളവരാണ്. നേതൃസ്ഥാനത്ത് വരാൻ കഴിവുള്ളവരാണ്. 4-ലെ വ്യാഴം കാരണമാണിതെല്ലാം. ഗംഭീരമായ വിജയമാണ്. ഈ വീഡിയോ കാണുന്നവർക്ക് എൻ്റെ പ്രത്യേകം നന്ദിയും അറിയിക്കാം. അടുത്തത് തുലാമാണ്. തുലാത്തിൽ വരുന്നത് 3-4 പാദങ്ങൾ ചിത്തിര, ചോതി, വിശാഖം ആദ്യത്തെ 3 പാദങ്ങൾ. ഇതാണ് തുലാരാശി. 11-ൽ നിൽക്കുന്ന വ്യാഴം എന്തെങ്കിലായ പല കാര്യങ്ങളും വിജയിപ്പിക്കും. ചിത്തിര കിട്ടാക്കടം ചിത്തിരയിൽ ലഭിക്കും. അവരുടെ പ്രൊമോഷൻ, ജോലി, റിട്ടയർമെൻ്റ് ആകാറായവർക്ക് മനഃശാന്തി എന്നിവ ഈ വ്യാഴനിൽ നിന്നും പ്രതീക്ഷിക്കാവുന്നതാണ്. ചോതി അവരുടെയും പ്രധാനമായ കൂട്ടുകച്ചവടം, ഇതൊക്കെ എവിടെയെങ്കിലും പിശക് വന്നിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ വിജയിക്കുന്നതാണ്. റിയൽ എസ്റ്റേറ്റാണ് കൂട്ടുകച്ചവടം എന്ന് പറഞ്ഞത്. സഹോദരങ്ങൾ തമ്മിലുള്ള, ബന്ധുക്കൾ തമ്മിലുള്ള, കുടുംബങ്ങൾക്കിടയിൽ ശക്തി പ്രാപിച്ചു വന്നിട്ടുള്ള ക്ഷേത്രത്തിലുള്ള ട്രസ്റ്റികൾ ഇതിലുണ്ടെങ്കിൽ അവർക്കും വൻപിച്ച വിജയമാണ്. അതൊരു സംശയം വേണ്ട. വിശാഖം, ചോതി വിശാഖം 3 പാദങ്ങളും തുലാത്തിലാണ്. വിശാഖത്തിന് എവിടെയെങ്കിലും എന്തെങ്കിലും ലേറ്റായി വന്നിട്ടുണ്ടെങ്കിൽ അത് മുരുകനെ പിടിക്കുക, കുമാരസൂക്തം ചെയ്യണം. വ്യാഴം അതിശക്തനായ നീതിമാനായ അദ്ദേഹം എല്ലാ കാൽക്കുലേഷനും വിജയിപ്പിച്ച് തരുന്നതാണ്. അറിയാമല്ലോ, 2026 നവംബർ 1 മുതൽ 2027 ജാനുവരി 24 മാത്രമാണ്, ആ കാലയളവിൽ മാത്രമാണ് കർക്കിടകത്തിലെ വ്യാഴം ചിങ്ങത്തിൽ വന്നു പോകുന്നത്. അവർക്കും പെൻഡിങ്ങിലുള്ള പല കാര്യങ്ങളും നടക്കും. വിവാഹം, ഭവനയോഗം, വീട് വയ്പ് മുതലായവയ്ക്ക് വൻപിച്ച വിജയമാണ് കാണുന്നത്. അടുത്തതായി പറയുന്നത് ധനുക്കൂറാണ്. ധനുവിലെ മൂലം, പൂരാടം, ഉത്രാടം 1-ാം പാദം. അത്യന്തം ധൈര്യശാലികളും നേതൃസ്ഥാനത്ത് വരാനും കുടുംബം നയിക്കാനും എവിടെ പോയാലും സീറ്റുള്ളവരുമാണ് മൂലം നക്ഷത്രക്കാർ. ജോലി, വരുമാനം, മിച്ചം എന്നിവയിൽ എപ്പോഴും അവർ കണക്കുള്ളവരാണ്. കണക്ക് വിട്ട് ഒരു കാര്യവും ഇവർ ചെയ്യുകയില്ല. ഇവർ വിചാരിക്കുന്ന കാര്യങ്ങൾ എല്ലാം തന്നെ നടക്കും. ഈ നക്ഷത്രത്തിലുള്ള മിക്കവാറും പേർക്ക് ഇഷ്ടവിവാഹമാണ് നടന്നിട്ടുള്ളത്. ഇവർ ഗവൺമെൻറ് തലത്തിലും നേതൃസ്ഥാനത്തും എത്തിച്ചേരുന്നവരാണ്. അവർക്ക് മക്കളും ജീവിത സഖിയുമായി ഒരു മാതൃകാ കുടുംബം നടത്താൻ ഇവർക്ക് കഴിയുന്നവരാണ്. 9-ലെ വ്യാഴമാണ് അതെല്ലാത്തിനും കുട പിടിക്കുന്നത്.